ഞാൻ അനൂപിൽ നിന്ന് ഈ ചർച്ച ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പാർലമെൻറ്റ് സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത എല്ലാ പാർലമെൻറ്റ് സെഷന് മുമ്പുള്ള എം പിമാരുടെ യോഗമുണ്ട്. എം പിമാരൊക്കെ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ ഉറപ്പിക്കേണ്ടതിനെക്കുറിച്ചും ശബ്ദമുയർത്തേണ്ടതിൻ്റെയും ആവശ്യകത വന്നിരുന്നു. വയനാടിൻ്റെ കാര്യത്തിൽ ആ നിലയിലൊരു നിലപാടുണ്ടാകണം എന്ന ആവശ്യം മുഖ്യമന്ത്രി ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അത് പൊതുവിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. അപ്പോഴാണ് പാർലമെൻ്ററി രേഖകളിൽ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രേഖകളിൽ ഇടം പിടിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു പരാമർശം ഇന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഭാഗത്ത് നിന്ന് രാജ്യസഭയിൽ ഉണ്ടായത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അനൂപിനറിയാം, നമുക്കെല്ലാം അറിയാം, മുടങ്ങിപ്പോയതാണ്. ഇത് ഒരു കാലത്തും നടക്കില്ല എന്ന നിലയിൽ ആ കാലത്ത് 2016 മുമ്പ് ദേശീയപാത അതോറിറ്റി അതിൻ്റെ ഓഫീസുകൾ വരെ പൂട്ടാൻ തീരുമാനിച്ചതൊക്കെ വാർത്തകളാണ്. അവിടെ നിന്നാണ് ഭൂമി ഏറ്റെടുത്ത് നമ്മളത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നൊരു കാലത്ത് അത് തിരിച്ചറിയുന്ന കേന്ദ്രമന്ത്രി അത് അഭിനന്ദനാർഹമായ കേരളത്തിൻ്റെ ഒരു സവിശേഷതയായി രാജ്യസഭയിൽ പരാമർശിക്കുന്നു. അത് കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമല്ലേ? പ്രത്യേകിച്ച് പാർലമെൻ്ററി രേഖകളിൽ ഇടം പിടിക്കും വിധമുള്ളൊരു രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തലാണ് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച്. അനൂപ്, അങ്ങ് ഈ ചർച്ചയുടെ ആമുഖമായി പറഞ്ഞു, ഈ വികസന പ്രശ്നങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെ ചർച്ചയിൽ വരുന്നത് അപൂർവതയാണ്. ആ അർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഒരു BJPയുടെ കേന്ദ്രമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയെന്ന് പറഞ്ഞ് ഇത്രയധികം പുളകത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത് രാജ്യത്തിൻ്റെ രേഖയാണ്. പാർലമെൻറ്റിൽ സ്വാഭാവികമായും പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നതൊക്കെ അവിടുത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എത്രയോ വിദ്വേഷ പരാമർശങ്ങൾ പാർലമെൻറ്റിനകത്ത് ഇവിടുത്തെ കേന്ദ്രമന്ത്രിമാർ നടത്തിയിട്ടുണ്ട്. ഒരു RSSകാരൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന സാക്ഷ്യപത്രത്തിന് നിങ്ങൾ ഇത്ര വലിയ ഈ പറയുന്ന ആഘോഷിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രിയാണെന്ന് മാത്രമല്ല, RSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന നാഗ്പൂരിൽ നിന്ന് വരുന്ന RSSന് ഏറ്റവും പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹവും പിണറായി വിജയനും തമ്മിലുള്ള അടുപ്പം എന്ന് പറയുന്ന ഒരു പുതിയ കഥയല്ലല്ലോ. കേരളത്തിൽ വരുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള അത്ര അടുപ്പമുള്ള ആളാണ് വ്യക്തിപരമായി. മാത്രമല്ല, പിണറായി വിജയൻ തന്നെ, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പൊതുവേദിയിൽ വെച്ച് അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു കേന്ദ്രമന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും അന്യോന്യം പ്രശംസിക്കുന്നതിൽ ഒരു സാമാന്യ മര്യാദയുടെ, സുജന മര്യാദയുടെ ഭാഗമായൊന്നും പ്രശംസിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഇത് ഇത്രമാത്രം ആഘോഷിക്കുമ്പോൾ ഇത് ആസൂത്രിതമായ അജണ്ടയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം RSS പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ ഇപ്പോൾ പോലും BJP എന്നതിനേക്കാൾ RSS പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ പിണറായി വിജയൻ്റെ കേരള പോലീസിൻ്റെ സമീപനം എന്താ? ഞാനിവിടെ ഒരു ചർച്ചയ്ക്കിരിക്കുമ്പോൾ ചർച്ചയുടെ ഭാഗമായി പറയുന്നതല്ല. സുരേഷ് ഗോപിയും B ഗോപാലകൃഷ്ണനും നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ കേരള പോലീസിൽ പരാതി കൊടുത്ത ഒരാളാണ് ഞാൻ. അത് ഇന്ന് വരെ പോലീസ് ആ കേസെടുത്തിട്ടില്ല, രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല, അതിൻ്റെ മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെയൊക്കെ RSSനെ കേരളത്തിലെ BJP മുഖ്യമന്ത്രിമാരെക്കാൾ കൂടുതൽ സഹായിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ RSSൻ്റെ കേന്ദ്രമന്ത്രി ഈ പറയുന്ന നിതിൻ ഗഡ്കരി, നാഗ്പൂരിൽ നിന്ന് വരുന്ന നിതിൻ ഗഡ്കരി പ്രശംസിച്ചതെന്ന് പറയുന്നത് അസ്വാഭാവികമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ശരി, ഞാൻ ഈ ചർച്ചയിലേക്ക് പോകും മുമ്പ് ഏതായാലും ഈ ചർച്ചയ്ക്ക് വളരെ വ്യക്തമായ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട, കേരളത്തിൻ്റെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ്. ആ വികസനവുമായി ബന്ധപ്പെടുത്തി രാജ്യസഭയിൽ വളരെ ഗൗരവമുള്ള പരാമർശങ്ങളും ചോദ്യങ്ങളും ഉയർന്ന ഘട്ടത്തിലാണ് ആ ബന്ധപ്പെട്ട മന്ത്രി സംസാരിച്ചത്. താങ്കൾ പറഞ്ഞത് BJPയുടെ കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ്. നിശ്ചയമായി അദ്ദേഹം രാഷ്ട്രീയമായി സംഘപരിവാറാണ്, RSS ആണ്, BJP ആണ്. പക്ഷേ നാടിൻ്റെ, രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രിയാണ്. ആ നിലയിൽ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോഴും കേരളത്തിൻ്റെ വികസനത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഏറ്റവും തെറ്റായ പ്രവണതകൾ നിൽക്കുമ്പോൾ, അത് ഏറ്റവും ശക്തമായി കേരളം അതിനോട് വിയോജിക്കുമ്പോൾ തന്നെയാണ് ചില കാര്യങ്ങളിലെങ്കിലും ഇങ്ങനെ സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്.